പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ ന്യൂക്കട്ടിലേക്കാണ് യാത്ര. ഹലോ ഗൈസ്, നമ്മളിപ്പോ ന്യൂക്കട്ടിലേക്ക് പോവാണ്. എല്ലാവരും ബാഗ് ഇട്ടുകൊണ്ട് സെറ്റ് ആയിരിക്കുന്നുണ്ട് വണ്ടിയിൽ കയറാൻ. ടീച്ചർമാരും മാഷുമാരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ന്യൂക്കട്ടിലേക്ക് പോകാൻ ഒരുപാട് ആവശ്യമാണ്. നിങ്ങളോട് ചോദിക്കാൻ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? അപ്പൊ നമ്മളെ ചീപ്പുകളിലേക്ക് പോവാൻ നിൽക്കണേ. ബസ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബസ് കയറാം. അപ്പൊ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കണം. അപ്പൊ ഞങ്ങളെ യാത്ര ഉടനെ ആരംഭിക്കും. എല്ലാവരും സെറ്റ്. ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ന്യൂക്കട്ടിലെത്തും. നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ കാണാം. കാലഘട്ടത്തിലാണ് ന്യൂക്കട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സർക്കാരിന്റെ പദ്ധതിയായി ഇറിഗേഷൻ വിഭാഗം പുഴ പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കീരനെല്ലൂർ ന്യൂക്കട്ട് എന്ന് പേരിട്ട പദ്ധതി ഉപമുഖ്യമന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും MLAയുമായിരുന്ന കെ ഔക്കാദർ കുട്ടി നെഹയുടെ വികസന പ്രവർത്തനങ്ങളിലെ നാഴിക കല്ലുകൂടിയാണ്. എഞ്ചിനീയർ ആയിരുന്ന കുട്യാമുവായിരുന്നു പദ്ധതിയുടെ ആസൂത്രകനെന്ന് പഴമക്കാർ ഓർക്കുന്നു. വയലുകളായിരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്തു. മൺവെട്ടിയും കൊട്ടയും ഉപയോഗിച്ച് നൂറുകണക്കിന് തൊഴിലാളികൾ ദിവസങ്ങളോളം വിയർപ്പൊഴുക്കിയാണ് കീരനെല്ലൂർ ന്യൂക്കട്ട് പിറന്നത്. അവസാന സമയങ്ങളിൽ ബുൾഡോസറും ടിപ്പർ ലോറികളും ഉപയോഗിച്ച് കരാറുകാരൻ പണി വേഗത്തിലാക്കി. 5 വർഷത്തോളം അടുത്താണ് പണി പൂർത്തിയാക്കിയത്. വേനലിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനും പിന്നീട് തടയണയും പണിതു. മറുകരയിലേക്ക് പാലവും പണിതിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ കീരനെല്ലൂർ ന്യൂക്കട്ടിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പാറക്കെട്ടുകളുള്ളതും നല്ല ഒഴുക്കുമുള്ള ഇവിടെ കുളിക്കാനിറങ്ങുന്നതും ഫോട്ടോ എടുക്കാനായി വെള്ളത്തിലിറങ്ങുന്നതും അപകടമാണ്. ന്യൂക്കട്ടിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരികെ സ്കൂളിലേക്ക് പോവുകയാണ്. തീർച്ചയായും എല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കണം.